എല്ലാവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ന്യൂസ് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കൊക്കെ അറിയാവുന്ന ഒരു അച്ഛനും അമ്മയും രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയിട്ട് പിറവം പുഴയിൽ പോയിട്ട് ആത്മഹത്യ ചെയ്തൊരു ന്യൂസ് നമ്മളൊക്കെ കേട്ടതാണ്. അപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയാകുവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പെന്തക്കോസ്ത് വിശ്വാസികളാണ് എന്ന് പറയപ്പെടുന്നു. എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ അവർ പെന്തക്കോസ്ത് പള്ളികളിൽ പോകുന്ന ആൾക്കാരാണ്, അങ്ങനെ ഒരു ടീമുമായിട്ട് ബന്ധപ്പെട്ട് നിന്നതാണ് എന്നുള്ള ന്യൂസൊക്കെ പുറത്തോട്ട് വരുന്നുണ്ട്. പിന്നെ അവരെക്കുറിച്ച് പിന്നെ വരുന്ന സ്റ്റോറികൾ എന്താണെന്ന് വെച്ചാൽ അവർ മറ്റുള്ളവർ ഒത്തിരി പേര് അവരെ സഹായിക്കുവാനായിട്ട് ശ്രമിച്ചു. എന്നാൽ അവർ ആരുടെ അടുത്തുനിന്നും സഹായം സ്വീകരിക്കത്തില്ല. അവർ അവർക്ക് ആ പള്ളിയിൽ നിന്ന് കൊടുത്താൽ മാത്രമേ അവർ സഹായം സ്വീകരിക്കത്തുള്ളൂ. അല്ലാതെ വേറെ ആരവരെ സഹായിക്കാൻ ചെന്നാലും അവർ ആരുടെ അടുത്തുനിന്നും സഹായം സ്വീകരിക്കത്തില്ല. ഒരു വിചിത്രമായ ജീവിതമാണ് അവർ നയിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് കമൻറ്റുകൾ ഞാനിങ്ങനെ നോക്കി. അപ്പോൾ ആ കമൻറ്റുകൾക്കകത്തൊക്കെ ഒത്തിരി പേര് ഞങ്ങളുടെ അടുത്തുമുണ്ട് ഒരു പെന്തക്കോസ്ത് ഫാമിലി ഉണ്ടായിരുന്നു, ഇവരെന്താണ് ഭക്ഷണം ഞങ്ങളൊന്നും കൊടുത്താൽ അവർ ഭക്ഷണം കഴിക്കത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി ഇങ്ങനെ ആൾക്കാരിങ്ങനെ അതിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നൊരു മാറ്ററായിട്ട് കാണുവാനായിട്ടിടയായി. എന്തായാലും ഒരു കാര്യം നമ്മൾക്ക് ഉറപ്പാണ്, ദൈവത്തെ ആത്മാർത്ഥമായി വിളിക്കുന്ന ഒരു വ്യക്തിയും നശിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല, അല്ലേ? എന്ന് വെച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ വിഷയങ്ങൾ വരത്തില്ല എന്നല്ല, വിഷയങ്ങൾ വരും, പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മളുടെ ജീവിതത്തിൽ വരും. എന്നാൽ അതിൽ നിന്നെല്ലാം വിടുവിക്കുന്ന ഒരു ദൈവമാണ് നമ്മളുടെ ദൈവം. നമ്മൾ തകർന്നു പോകുമെന്ന് വിചാരിക്കുന്നിടത്തുനിന്ന് നമ്മളെ പൊക്കിയെടുക്കുന്ന ഒരു ദൈവമായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഒത്തിരി ഭാരപ്പെട്ട് പ്രയാസപ്പെട്ടിരിക്കുകയായിരിക്കും, നമ്മൾക്ക് പ്രാർത്ഥിക്കുവാനൊന്നും കഴിയാത്ത സിറ്റുവേഷൻ ആയിരിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴായിരിക്കും പെട്ടെന്ന് ഏതെങ്കിലും ഒരു പ്രവാചകനിലൂടെ ഒക്കെ നമ്മളോട് ദൈവം സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ചില പാട്ടിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും, ചില വചനത്തിലൂടെയൊക്കെ ദൈവം നമ്മളോട് സംസാരിച്ച് നമ്മളെ ഒന്നുകൂടി ഉറപ്പിക്കുന്ന ദൈവത്തിൻ്റെ മഹാപ്രവർത്തികളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നമ്മളൊക്കെ അനുഭവിക്കുന്നവരാ, അല്ലേ? പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിനകത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. എന്താ പറയുന്നത്? പരിജ്ഞാനമില്ലായകയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ദൈവജനത്തിന് എന്തുണ്ടാകണം? പരിജ്ഞാനം ഉണ്ടാകണം. എന്ന് വെച്ചാൽ ഏത് ചെയ്യണം, ഏത് ചെയ്യരുത്, എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു പരിജ്ഞാനം നമ്മൾക്ക് ഉണ്ടാകണമെന്ന് ദൈവത്തിൻ്റെ വചനം ശക്തമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ജനം നശിക്കുന്ന മെയിൻ കാരണം ഏതാണ്? പരിജ്ഞാനമില്ലായകയാലാണ് ദൈവത്തിൻ്റെ ജനം നശിച്ചു പോകുന്നതെന്നാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഓർക്കുക, നമ്മൾ ഈ ലോകത്തിലേക്ക് ദൈവം വിട്ടതെന്തിനാ? നമ്മൾ സാമൂഹിക ജീവികളാണല്ലേ. നമ്മളെ എല്ലാവരെയും ദൈവമാണ് സൃഷ്ടിച്ചത്. ഈ ലോകത്തിലുള്ള സകല മനുഷ്യരെയും സൃഷ്ടിച്ചത് ദൈവമാണ്. പക്ഷേ ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കാക്കി തീർക്കുന്ന ഒരു ദൈവമാണല്ലേ. എന്ന് വെച്ചാൽ ഈ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഈ ദൈവത്തെ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രമേ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യത്തുള്ളൂ? വെളിപ്പെട്ട് വരത്തുള്ളൂ എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനി പലപ്പോഴും നമ്മൾക്കറിയാം, ഇത് ആ ഒരു കുടുംബത്തിൻ്റെ ചരിത്രം മാത്രമല്ല, ഒരുപാട് പേരുടെ ചരിത്രമുണ്ട്. ഇങ്ങനെയാണ്, ചിലരിങ്ങനെ അടുത്തുള്ള വീട്ടുകാരുമായിട്ട് സഹകരിക്കത്തില്ല, ചിലർ നമ്മളോട് സഹകരിക്കുകയില്ല. എന്നുവെച്ചാൽ നമ്മളെ പെന്തക്കോസ്തുകാരെയും അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോട് സഹകരിക്കാത്ത ആൾക്കാരുണ്ടാകും. ചിലർ അങ്ങോട്ട് സഹകരിക്കത്തില്ല, അവർ സഹകരിക്കാൻ വന്നാലും സഹകരിക്കത്തില്ല, അങ്ങോട്ട് സഹകരിക്കത്തില്ല. നമ്മളിങ്ങനെ എന്താ പറയുക, നമ്മളുടേതായ ഒരു ലോകത്ത് ഒതുങ്ങിക്കൂടും, അല്ലേ? ഒരു പരിധിവരെ അതൊക്കെ നല്ലതാണ്, ഒത്തിരി വിഷയങ്ങളിലോട്ടൊന്നും പോകാതെ സ്വസ്ഥമായിട്ട് ജീവിക്കാം. പക്ഷേ നമ്മൾ അത്യാവശ്യം സഹജീവികളുമായിട്ട് ഇടപഴകുന്നവരൊക്കെ ആയിരിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ഈ പരിജ്ഞാനമില്ലാത്ത പ്രവൃത്തിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾക്ക് ദോഷമായിട്ട് തീരുന്നതെന്ന് നമ്മൾക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അവർക്ക് ഒരുപാട് പേര് സഹായങ്ങളുമായിട്ട് ചെന്നതാണ്. അപ്പോൾ ഈ സഹായങ്ങളുമായിട്ട് ചെന്നപ്പോൾ അവർക്കത് സ്വീകരിക്കുവാനുള്ളൊരു മനസ്സ് വരുന്നില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അവരെ പഠിപ്പിച്ചതിൻ്റെയോ അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയതിൻ്റെ, അവർക്ക് വചനവുമായിട്ട് അടുപ്പമില്ലാത്തതിൻ്റെയൊക്കെ പ്രശ്നങ്ങളായിരിക്കാം. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വചനപ്രകാരം പരിജ്ഞാനമില്ലായകയാലായിരിക്കും അവരുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ സംഭവിച്ചു പോയത്. ഓർക്കുക, ദൈവം എപ്പോഴും എന്താണ്? ഒരു ദൂതനെ ഇറക്കും. അത്യാവശ്യ ഘട്ടങ്ങളിൽ ദൈവം ദൂതനെ ഇറക്കും. ഏലിയാവിന് വേണ്ടി ഇറക്കിയല്ലേ? എന്നാൽ ഏലിയാവിന് വേണ്ടി ആദ്യം ഇറക്കിയത് ആരെയാണ്? ഒരു കാക്കേനെ ഇറക്കിയത്, അല്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ ആരെ ഇറക്കിയത്? പിന്നെ ഒരു വിധവയിലൂടെ ആരെ പോറ്റിയത്? ഏലിയാവിനെ ദൈവം പോറ്റിയത്, അല്ലേ? അവിടെ ഏലിയാവ് ഞാനങ്ങോട്ട് പോകത്തില്ല, അവർ വിശുദ്ധ ഫാമിലി അല്ല, അതുകൊണ്ട് ഞാനങ്ങോട്ട് പോകത്തില്ലെന്ന് പറഞ്ഞ് ഏലിയാവ് നിന്നു. ഇല്ല, ദൈവം അയച്ചിടത്തോട്ട് ആര് പോയി? ഏലിയാവ് പോയി. ആ വിധവയിലൂടെ തന്നെ ദൈവം ഏലിയാവിനെ പോറ്റുവാനായിട്ട് ഇടയായി, അല്ലേ? ഇനി അത് കഴിഞ്ഞിട്ട് ചൂരച്ചെടിയുടെ ചൂട്ടിൽ ചെന്ന് കിടന്നപ്പോഴും
അവിടെ ദൈവത്തിന് മനസ്സിലായി ആരെ ഇറക്കി, ദൂതനെ ഇറക്കിയിട്ടും പുള്ളിക്ക് കുരുക്കമില്ല. പിന്നെ ആരിറങ്ങേണ്ടി വന്നു? ദൈവം തന്നെ ഇറങ്ങേണ്ടി വന്നു അല്ലേ? എന്ന് വെച്ചാൽ അത് ഓരോ സാഹചര്യത്തിനനുസരിച്ചാണ് ദൈവത്തിൻ്റെ പ്രവർത്തികൾ വെളിപ്പെടുന്നത്. മനുഷ്യന്മാരാരും ഇല്ലാത്തയിടത്താണെങ്കിൽ ദൈവം ഒന്നെങ്കിൽ ദൂതനെ ഇറക്കും, അല്ലെങ്കിൽ ദൈവം തന്നെ ഇറങ്ങി വരും. അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. മനുഷ്യന്മാരുള്ളിടത്ത് ചിലപ്പോൾ മനുഷ്യരിലൂടെ തന്നെയായിരിക്കും നമ്മൾക്ക് അനുഗ്രഹങ്ങൾ കൊണ്ടുതരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി വിഷയങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയിലൂടെ ആയിരിക്കും, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയിലൂടെ ആയിരിക്കും. അതിന് ക്രിസ്ത്യാനിയാകണമെന്ന് പോലുമില്ല അല്ലേ, വേറെ ഏതെങ്കിലും വ്യക്തികളിലൂടെയൊക്കെ ആയിരിക്കും ദൈവം അതിന് നമ്മൾക്ക് പരിഹാരം കൊണ്ടുതരുന്നത്. അപ്പോൾ ഓർക്കുക, ദൈവം ആരെ എപ്പോൾ വേണമെങ്കിലും എടുത്തുപയോഗിക്കാം. അതാ പറഞ്ഞിരിക്കുന്നത്. ദൈവം എന്താണ്? ദൈവം മിന്നൽപ്പിണരുകളെ പോലും എന്താക്കുന്നു? തൻ്റെ ദൂതന്മാരാക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവത്തിന് ഏതിനെ വേണമെങ്കിലും എടുത്തുപയോഗിക്കുവാനായിട്ട് ദൈവത്തിന് കഴിയും എന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ചിലപ്പോൾ അടുത്തുള്ളവരിൽ കൂടിയോ അകലെയുള്ളവരിൽ കൂടിയോ ആരിലൂടെയെങ്കിലും ഒക്കെ ആയിരിക്കും ദൈവം നമ്മളെ സഹായിക്കുവാനായിട്ട് ഇറങ്ങി വരുന്നത്. ആ സഹായങ്ങൾ നമ്മൾ നിരസിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവും ഇല്ല അല്ലേ? കാരണം ആരെയെങ്കിലും സഹായിക്കാൻ ദൈവം നമ്മളുടെ ആവശ്യഘട്ടങ്ങളിൽ സഹായിക്കാൻ ആരെയെങ്കിലും ദൈവം ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ദൈവം ആക്കുന്നതാണ്. അത് നമ്മളങ്ങ് വിശ്വസിച്ചോണം. ഓക്കെ, അങ്ങനെയാണ് ദൈവം നമ്മളെ സഹായിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഇനി പലരും പഠിച്ചു വെച്ചിരിക്കുന്നതാണ്, അയ്യോ മറ്റുള്ളവർ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തന്നു കഴിഞ്ഞാൽ നമുക്കത് വിഷയമാകുമോ, അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പലർക്കും പല സംശയങ്ങളൊക്കെ ഉണ്ട് അല്ലേ? പക്ഷേ ദൈവത്തിൻ്റെ വചനം എന്താ പഠിപ്പിച്ചിരിക്കുന്നത്? നമ്മൾ സ്തോത്രത്തോടെ എന്തും കഴിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളുടെ മുൻപിൽ ആര് നമ്മൾക്ക് സ്നേഹത്തോടെ എന്തുകൊണ്ട് തന്നാലും നമ്മളത് മേടിച്ച് സ്തോത്രത്തോടെ നമ്മളത് ഭക്ഷിച്ചാൽ എന്ത് സംഭവിക്കത്തില്ല? ഒരു ദോഷവും സംഭവിക്കത്തില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക, കൈവിഷം, കൂടോത്രം, മന്ത്രവാദം ഇതൊന്നും ഇല്ല എന്നല്ല, അതൊക്കെ ഉണ്ട്. പക്ഷേ അവിടെയൊക്കെ നമ്മൾ ജയിക്കേണ്ടത് എങ്ങനെയാണ്? നമ്മൾ പ്രാർത്ഥന കൊണ്ടാണ് ജയിക്കേണ്ടത്. ഇവർക്ക് ആ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ, മരണപ്പെട്ടു പോയ കുടുംബത്തിനും അങ്ങനത്തെ പേടിയും ഈ കൂടോത്രം, മന്ത്രവാദം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഭയങ്കര പേടിയൊക്കെ ആ കുടുംബത്തിനുണ്ടായിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയകളിൽ കൂടെയൊക്കെ അറിയുവാനായിട്ട് കഴിഞ്ഞത്. ഓക്കെ, അതെന്തുമാകട്ടെ, അപ്പോൾ നമ്മൾക്ക് അങ്ങനെയാണെങ്കിൽ ലോകത്ത് നമ്മൾക്ക് ജീവിക്കുവാൻ പറ്റാത്ത സാഹചര്യമാണ് അല്ലേ? കാരണം നമ്മൾ ഏതെല്ലാം കടകളിൽ പോയി ഏതെല്ലാം സാധനങ്ങൾ മേടിക്കുന്നു, നമ്മൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഹോട്ടലുകളിൽ പോയി ഭക്ഷണം കഴിക്കുന്നു. ഇതൊക്കെ എങ്ങനെയാണ് എന്താ എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞത് സ്തോത്രത്തോടെ ഭക്ഷിച്ചാൽ എന്താണ്? അത് നമ്മൾക്ക് ഒരു ദോഷവും സംഭവിക്കത്തില്ല. അത് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 16 തൊട്ടുള്ള വാക്യത്തിന്, മത്തായിയുടെ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 16 തൊട്ട് ഇങ്ങോട്ട് വായിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് അതിനകത്ത് നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന കാര്യം എന്താണ്? ദൈവം ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എല്ലാവരോടും ലോകം മുഴുവൻ പോയി നിങ്ങൾ എന്ത് ചെയ്യണം? സുവിശേഷം അറിയിക്കാൻ പറഞ്ഞു. എന്നിട്ട് വിശ്വസിക്കുന്നവരെ എന്ത് ചെയ്യണം? വിശ്വസിക്കുന്നവർ സ്നാനമേൽക്കും അല്ലേ? വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവർ സുവിശേഷം പറയുമ്പോൾ അത് കേട്ടിട്ട് അത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ എന്ത് ചെയ്യും? അവൻ രക്ഷിക്കപ്പെടും. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അങ്ങനെ ആ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വിശ്വസിക്കുന്നവരെ എന്ന് വെച്ചാൽ ഈ അപ്പസ്തോലന്മാർക്ക് ഓൾറെഡി ദൈവം അധികാരം കൊടുത്തു വിട്ടിട്ടുണ്ട്. അവർ പറയുന്ന സുവിശേഷം കേട്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് അടയാളങ്ങളാണ്? അവർ ഭൂതങ്ങളെ പുറത്താക്കും, സർപ്പങ്ങളെ കയ്യിലെടുക്കും, എന്നിട്ട് എന്താണ്? മാരകമായി എന്ത് കുടിച്ചാലും അവർക്ക് ഹാനി വരത്തില്ല, അവർ രോഗികളുടെ മേൽ കൈവെക്കും, രോഗികൾക്ക് സൗഖ്യമുണ്ടാകും. ഇതൊക്കെ ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ എന്താണ്? നമ്മൾ മാരകമായി എന്ത് കുടിച്ചാലും നമ്മൾക്ക് എന്ത് പറ്റത്തില്ല? ഹാനി വരത്തില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു വെച്ചിരിക്കുക. അപ്പോൾ ഇത് ഹാനി വരുത്താതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം സ്തോത്രത്തോടെ. ദൈവമേ, അങ്ങ് തന്നതിനായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുവാൻ വേണ്ടിയിട്ട്. അത് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ എന്ത് ചെയ്താലും അതൊന്നും നമ്മൾക്ക് എന്താകത്തില്ല? ദോഷമാകത്തില്ല. അപ്പോൾ ഇവിടെയും നമ്മൾക്ക് പരിജ്ഞാനം ആവശ്യമാണ്. ചില ആഫ്രിക്കക്കാരുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ചില പാസ്റ്റർമാർ സർപ്പങ്ങളെ കയ്യിലെടുക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവർ ഓൾറെഡി പോയിട്ട് ഒറിജിനൽ സർപ്പത്തെയൊക്കെ പോയി കയ്യിലെടുത്ത് കടി പേടിച്ച ചരിത്രമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? അതൊന്നും അല്ല, അത് പരിജ്ഞാനമില്ലായകയാണ്. അങ്ങനെയാണോ ദൈവം പറഞ്ഞിരിക്കുന്നത്? അല്ല, നിങ്ങൾ സർപ്പങ്ങളെ കയ്യിലെടുക്കുമെന്ന് പറഞ്ഞാൽ എന്താണ്? പിശാചുക്കളുടെ മേലുള്ള അധികാരം അല്ലേ? ഇനി അതല്ല, നമ്മൾക്ക് എന്ത് ദോഷം വരുന്ന സർപ്പം, ഒറിജിനൽ സർപ്പമാകട്ടെ, അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവപൈതലിന് എന്ത് സംഭവിക്കത്തില്ല? അത് ദോഷമാകത്തില്ല. എന്ന് വെച്ചാൽ സർപ്പത്തിൻ്റെ വല്ലത്തിൻ്റെയും കടിയേറ്റ് കഴിഞ്ഞാൽ വീട്ടിലിരിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്, പോയി മരുന്നെടുത്തോണം. ഓക്കെ, എന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ചോണം, ദൈവത്തിൽ നമ്മൾ വിശ്വസിച്ചോണം. കാരണം എല്ലാം ദൈവം നമ്മൾക്ക് വേണ്ടി ഈ ലോകത്തിൽ ഒരുക്കി തന്നിരിക്കുന്നതെല്ലാം ദൈവം നമ്മൾക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്നതാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ എന്താണ്? നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് എന്ത് ചെയ്താലും എന്താണ്?
അതെല്ലാം നമ്മൾക്ക് അനുഗ്രഹമാക്കിയിട്ട് ദൈവം തീർക്കുമെന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലേ. നമ്മൾക്ക് ഇതിനകത്ത് നമ്മൾ കണ്ടു അല്ലേ, എലീശ പ്രവാചകന്റെ കാലഘട്ടത്തിൽ അവിടെ ഒരു ക്ഷാമം ഉണ്ടായപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? അവിടെ എന്താണ്, അവിടെ അവരുടെ പായസത്തിനകത്ത് ഒരു എന്താ പറയുക, ഒരു വിഷമുള്ള ഒരു ചെടി പറിച്ചിടുവാനായിട്ട് ഇടയായി അല്ലേ. അപ്പോൾ എന്താണ് അത്, ആ പായസം എന്തായി തീർന്നു? അത് വിഷമുള്ളതായി തീർന്നു. പക്ഷേ അവിടെയും പ്രവാചകൻ പ്രാർത്ഥിച്ച് അതിനകത്തൊരു ഇലയൊക്കെ പറിച്ചിട്ട് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? അതിനകത്ത് അത് പഥ്യമായി തീർന്നു അല്ലേ. അത് കയ്പ് മാറി എന്തായി, അത് മധുരമായി തീരുവാനായിട്ട് ഇടയായി. അപ്പോൾ അവിടെയൊക്കെ എന്താണ്, സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിച്ചതാ അല്ലേ. അല്ലാതെ ചുമ്മാ കൊണ്ടുവന്ന് നമ്മൾ ദൈവത്തെ പരീക്ഷിക്കുന്നവരും കൂടി ആകരുത്. എന്ന് വെച്ചാൽ നമ്മൾ ചുമ്മാ കൊണ്ടുവന്നിപ്പോൾ ഒരു കരത്തിൽ ദൈവത്തിൻ്റെ വചനം പറഞ്ഞിട്ടുണ്ടല്ലോ, മാരകമായി എന്ത് കുടിച്ചാലും നമ്മൾക്ക് ഹാനി വരത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ കൊണ്ടുപോയിട്ട് കുറച്ച് വിഷം മേടിച്ചാൽ ഒഴിച്ചാൽ എന്താ സംഭവിക്കുന്നത്? തട്ടിപ്പോകും, യാതൊരു സംശയമില്ല. കാരണം അത് ദൈവത്തെ പരീക്ഷിക്കുന്നതാണ്. അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. നമ്മളറിയാതെ നമ്മൾക്കെതിരെ എന്തു നമ്മൾക്ക് ദോഷമായിട്ട് വന്നാലും അതിനെയെല്ലാം നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം എന്ത് ചെയ്യും? ദൈവം നമ്മൾക്ക് അനുഗ്രഹമാക്കിയിട്ട് മാറ്റുവാനായിട്ട് ഇടയാകുമെന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എല്ലാം സ്തോത്രത്തോടെ പ്രാർത്ഥനയോടെ നമ്മൾ ചെയ്യുക. ഏത് കാര്യങ്ങളും പ്രാർത്ഥനയോടെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, അതൊന്നും നമ്മൾക്ക് ദോഷമാകത്തില്ല, ഹാനിയാകത്തില്ല എന്നും ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ എന്താണ്, വിശ്വസിക്കുന്നവരാൽ നമ്മളിൽ എന്തുണ്ടാകണം? വിശ്വാസം ഉണ്ടാകണം. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ദൈവം നമ്മൾക്ക് അങ്ങനെ തന്നെ ചെയ്തു തരുവാനായിട്ട് ഇടയാകുമെന്നുള്ളതും ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ ഓർക്കുക, ഒരു ക്രിസ്ത്യാനിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ക്രിസ്ത്യാനിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? വിശ്വാസമാണ്. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തോണം? പ്രാർത്ഥിക്കുക, വിശ്വസിക്കുക. അപ്പോൾ ഇത് നമ്മൾ ചെയ്തു കഴിയുമ്പോൾ ദൈവത്തിൽ വിശ്വസിച്ച് സ്തോത്രത്തോടെ നമ്മൾ ഏത് കാര്യങ്ങളും ചെയ്തു കഴിയുമ്പോൾ അതിന്മേൽ നമ്മൾക്ക് ജയം തരുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുക. അല്ലാതെ പരിജ്ഞാനമില്ലാതെ നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലാകാതിരിക്കുവാൻ നമ്മൾക്ക് ദൈവത്തോട്, കർത്താവേ അങ്ങയുടെ പരിജ്ഞാനത്താൽ ഞങ്ങളെ ഒന്ന് നിറയ്ക്കണമേ എന്നും കൂടെ നമ്മൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.